നമസ്കാരം. ഇന്ന് കൊട്ടിയൂർ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും കൊട്ടിയൂർ പോകാൻ സാധിച്ചു എന്ന് വരികയില്ല. സാധിക്കാത്തവർക്ക് ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ആ ഭഗവാന്റെ സന്നിധിയിൽ പറ്റുന്നതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും വളരെ നന്നായി ഭഗവാനെ ദർശനം ചെയ്യാൻ സാധിച്ചു. ദർശനം ചെയ്യുന്നവരെ 2 വഴികളിലൂടെ വിടുന്നതുകൊണ്ടും പ്രസാദം വേറെ തന്നെ, ചന്ദനം വേറെ തന്നെ നൽകുന്നതുകൊണ്ടും തിരക്ക് വേഗം ഒഴിയുന്നുണ്ട്. ഭയങ്കര തിരക്കാണെങ്കിലും ദർശനം ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. ചുറ്റുമുള്ള കാഴ്ചകളും ഓരോരുത്തരുടെയും കുടിലുകളും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും കണ്ട് ആസ്വദിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ലിംഗാഷ്ടകം പാരായണം ചെയ്യുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം നിർമ്മലഭാഷിത ശോഭിതലിംഗം ജന്മജദുഃഖവിനാശനലിംഗം തൽപ്രണമാമി സദാ ശിവലിംഗം. ദേവമുനിപ്രവരാർച്ചിതലിംഗം കാമദഹം കരുണാകരലിംഗം രാവണദർപ്പവിനാശനലിംഗം തൽപ്രണമാമി സദാ ശിവലിംഗം. കുങ്കുമചന്ദനലേപിതലിംഗം പങ്കജഹാര സുശോഭിതലിംഗം സഞ്ചിതപാപ വിനാശനലിംഗം തൽപ്രണമാമി സദാ ശിവലിംഗം. ദേവഗണാർച്ചിതസേവിതലിംഗം ഭാവൈർഭക്തിഭിരേവജലിംഗം ദിനകരകോടി പ്രഭാകരലിംഗം തൽപ്രണമാമി സദാ ശിവലിംഗം.
അഷ്ടതലോപരിവേഷ്ടിതലിംഗം സർവസമുദ്ഭവകാരണലിംഗം അഷ്ടദരിദ്രവിനാശനലിംഗം തൽപ്രണമാമി സദാ ശിവലിംഗം. സുരഗുരുസുരവരസേവിതലിംഗം സുരവനസുപ്രസദാചിതലിംഗം പരാത്പരം പരമാത്മകലിംഗം തൽപ്രണമാമി സദാ ശിവലിംഗം. തൽപ്രണമാമി സദാ ശിവലിംഗം. ഓം തത്സത്. അല്പം ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ധൃതി പിടിച്ച് ചെയ്തതുകൊണ്ടാണ്. ക്ഷമിക്കുമെന്ന് കരുതുന്നു. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്. വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗൽകാരണം വന്ദേ പന്നഗഭൂഷണം ജമൃഗധരം വന്ദേ പശൂനാംബദീം വന്ദേ സൂര്യശശാങ്കവക്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ജവരദം വന്ദേ ശിവം ശങ്കരം വന്ദേ ശിവം ശങ്കരം. ഓം തത്സത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം തത്സത്. ആ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ സ്വർണം കൊണ്ടുള്ള സ്വയംഭുലിംഗത്തിനുള്ള കവചവും ഭഗവാന്റെ കഴുത്തിലുള്ള സർപ്പവും ഒക്കെ രുദ്രാക്ഷമാലകളും സ്വർണത്തിൽ കെട്ടിയ രുദ്രാക്ഷമാലകളും ഒക്കെ വളരെ തേജസ്സോടുകൂടി കാണാൻ പറ്റി. ചുറ്റുമുള്ള ഓരോരുത്തരുടെയും ഓച്ചിറ, ഓച്ചർ ഇങ്ങനെ പല പേരുകളുമായിട്ട് കൂടിയിട്ടുള്ള വാര്യർ സമുദായം, മാരാർ സമുദായം, നായർ സമുദായം, നമ്പ്യാർ സമുദായം എന്നുവേണ്ട എല്ലാവിധ സമുദായത്തിലുമുള്ളവർക്ക് കെട്ടിയിട്ടുള്ള ഓല കൊണ്ടുള്ള കുടിലുകളും, ആ ഓലക്കുടിലാണ് നമ്മൾ പുറത്ത് കാണുമ്പോൾ ഓല കഴിഞ്ഞ ചെറിയ കുടിലായി തോന്നിയാലും ഉള്ളിൽ കയറി നോക്കിയാൽ ഈ സിമെൻറ്റ് കൊണ്ട് വാർത്ത ബെഞ്ചുകൾ നിറയെയുണ്ട്. കാട് വന്ന് മൂടുമ്പോഴും ഈ സിമെൻറ്റ് ബെഞ്ചുകൾ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും അടുത്ത വർഷത്തേക്കും എന്നാണ് തോന്നുന്നത്. ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ഈ ഇതെല്ലാം ഓല കൊണ്ടുമേഞ്ഞ ഈ കുടിലുകളെല്ലാം കത്തിച്ചിട്ടാണ് അവിടെ നിന്ന് രാത്രി മടങ്ങുക. എല്ലാം കത്തിച്ച് ചാമ്പലായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അവിടെ ഒരു കൊടുങ്കാടായി മാറും അടുത്ത വർഷത്തേക്ക് എന്നാണ് പറയപ്പെടുന്നത്. ദക്ഷ യജ്ഞം മുടങ്ങിയ സ്ഥലമാണ്. ഇവിടെ ദക്ഷൻ യജ്ഞം നടത്തിയിട്ട് അവിടെ ഭഗവാനെ പരമശിവനെ ക്ഷണിക്കാതെ യജ്ഞം നടത്തുകയും ക്ഷണിക്കാതെ തന്നെ സതീദേവി അവിടെ വന്ന് തൻ്റെ അച്ഛൻ പരമശിവനോട് കാണിച്ച ആ നിന്ദയ്ക്ക് പരിഹാരമായിട്ട് ആ ദക്ഷൻ നൽകിയ തൻ്റെ ഈ ശരീരം തനിക്ക് വേണ്ട, ദാക്ഷായണി എന്ന് വിളി എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തെ അവിടെ ദഹിപ്പിക്കുന്നതും ഒക്കെയാണ് ചരിത്രം. ഇങ്ങനെ ദക്ഷയജ്ഞം മുടങ്ങിയിട്ട് വീണ്ടും എല്ലാവരും ഭഗവാനെ സ്തുതിച്ച് പരമശിവൻ തന്നെ വന്ന് അവിടെ നിന്നും ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടത് താടി, കണ്ണ് പോയവർക്ക് കണ്ണ്, പല്ല് പോയവർക്ക് കണ്ണ്, ഇങ്ങനെ ദക്ഷൻ്റെ തല ഈ വീരഭദ്രൻ യജ്ഞകുണ്ടത്തിലിട്ട് ദഹിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആ തലയ്ക്ക് പകരമായിട്ട് ഒരു ആടിൻ്റെ തല വെച്ച് ആ യജ്ഞം പൂർത്തീകരിക്കുകയും ലോകനന്മ സാധ്യമാക്കുകയും ചെയ്തു. അങ്ങനെ ദേവി സ്വയം യോഗാഗ്നിയിൽ ദഹിച്ച സ്ഥലവും ഇങ്ങനെ ഈ പാപനാശിനിയായിട്ടുള്ള പുഴ വളരെ ഏറെ മഴയുള്ളതുകൊണ്ട് ശക്തമായ ഒഴുക്കാണ്. ധാരാളമായിട്ട് എല്ലാവരെയും കുളിക്കാനൊന്നും സമ്മതിക്കുന്നില്ല.
നിറയെ പേർ ഒഴുക്കിൽപ്പെട്ടുപോയി. അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് 2 ഭാഗവും കയർ കെട്ടി വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ കുളിക്കാൻ അനുവദിക്കുന്നുള്ളൂ. എല്ലാ സ്ഥലത്തും പോലീസുകാരും മറ്റുള്ള സൗകര്യങ്ങളും ഒക്കെയുണ്ട്. ശ്രദ്ധയോടെ ഇതാവണം എന്ന് കരുതിയിട്ട് തന്നെ എല്ലാ സ്ഥലത്തും ജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നില്ല. ക്യൂ വളരെയേറെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. രാവിലെ 9 മണിയാകുമ്പോൾ തന്നെ 1 കിലോമീറ്ററിലധികം 2 ഭാഗത്തും ക്യൂ കാണാൻ പറ്റുന്നതാണ്. ക്യൂവിൽ എത്ര ക്യൂ ഉണ്ടായാലും എത്ര തിരക്കുണ്ടായാലും ആ കൊട്ടിയൂരപ്പനെ വർഷത്തിലൊരിക്കൽ കാണുക എന്നത് ഒരു തപസ്സാഫല്യമായിട്ട് കരുതി ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ ആ ഭഗവാനെ കാണുവാൻ വേണ്ടി ആ തിരുസന്നിധിയിൽ എത്തുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാലുള്ള ആ അനുഭൂതി കണ്ടു കഴിഞ്ഞവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത്രയ്ക്കും ഒരു പോസിറ്റീവ് എനർജി ആ ചുറ്റുപാടിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ചുറ്റും വെള്ളവുമാണ്. മേലേന്ന് വെള്ളം, താഴെ വെള്ളം, ചുറ്റും വെള്ളം. അതിൻ്റെ നടുവിൽ മണത്തണയിൽ ഇരിക്കുന്ന ആ ഭഗവാൻ. തിരുവഞ്ചിറ എന്നാണ് ഭഗവാന്റെ ചുറ്റുമുള്ള ആ വെള്ളം. വൃത്താകാരത്തിലാണ് ആ തിരുവഞ്ചിറ ഉള്ളത്. തിരുവഞ്ചിറയ്ക്ക് നടുവിലായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ആ തിരുവഞ്ചിറയിലെ മണത്തണയിൽ അവിടെയുള്ള മണിത്തറയിലുള്ള അടുപ്പുകൾ കാണിച്ചു. ആ അടുപ്പുകൾ ഭക്ഷണമുണ്ടാക്കിയാൽ ആ അടുപ്പിൻ്റെ ഉള്ളിൽ ഒട്ടും ചാമ്പൽ ഉണ്ടാവുകയില്ല. ഇവിടെ ഉണ്ടാകുന്ന ചാമ്പൽ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുപ്പിലാണ് പൊന്തുക എന്നാണ് പറയപ്പെടുന്നത്. എത്രയൊക്കെ ഭക്ഷണം അവിടെ നിന്ന് പ്രസാദം നിവേദ്യങ്ങളും മറ്റും ചെയ്താലും അവിടെ ഒട്ടും തന്നെ ചാമ്പൽ ഉണ്ടാവുകയില്ല, ഭസ്മം ഉണ്ടാവുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഭണ്ഡാര അറ, വാളറ എന്ന് പറഞ്ഞ് വേറെ ഒരു അറയുണ്ട്. അവിടെ മേലെ ബിൽഡിങ്ങിൻ്റെ മേലെ ദീപം എരിയുന്നുണ്ട്. ഉള്ളിൽ വാളുകൾ വെച്ച് പൂജിക്കുന്നുണ്ട്. അവിടുത്തെ പൂജകളും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. ദിവസവും ന്യൂസ് പേപ്പറിൽ കൊട്ടിയൂരപ്പൻ്റെ പൂജകളും മറ്റുള്ള പ്രത്യേക രോഹിണി ആരാധന, മറ്റോരോ ആരാധനയെപ്പറ്റി, രേവതി ആരാധന എന്നിങ്ങനെ ആരാധനകളെ പറ്റിയും ഒക്കെയുള്ള വിവരങ്ങളും ഇവിടുത്തെ തിരക്കിനെ പറ്റിയുള്ള വിവരവും ഒക്കെ വരുന്നുണ്ട്. കഴിയുന്നത്ര പോലീസും മറ്റ് ജനങ്ങളും വളണ്ടിയേഴ്സും ഒക്കെ ഭക്തന്മാരെ സഹായിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. കുറച്ച് താമസിച്ചാലും ചിലപ്പോൾ വളരെ വേഗം, ഞങ്ങൾക്കൊക്കെ അരമണിക്കൂർ കൊണ്ട് തന്നെ ഭഗവാനെ വളരെ നന്നായി ദർശിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചു. ചിലപ്പോൾ കുറച്ച് താമസിക്കും. എങ്ങനെയായാലും ഭഗവത് ദർശനം സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യ സൗഖ്യവും നന്മയും കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്നായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആവുന്നത്ര വീഡിയോ ചുറ്റുപാടുകളൊക്കെ കാണാമല്ലോ. ഇത് ഇക്കരെ കൊട്ടിയൂരാണ്. അക്കരെ കൊട്ടിയൂരിൽ തുടങ്ങിയാൽ കഴിഞ്ഞാൽ പിന്നെ ഇക്കരെ കൊട്ടിയൂരിൽ